ഹലോ ഗൈസ്, ഇന്ന് വൈകുന്നേരം ഞങ്ങൾ എല്ലാവരും കൂടെ മുടി വെട്ടാനായിട്ട് ജാജീസ് എന്ന് പറയുന്ന ഒരു സലൂണിലേക്ക് പോവാണ് കേട്ടോ. നമ്മുടെ അടുത്ത് തന്നെയാണ്, നമ്മുടെ വീടിൻ്റെ തൊട്ടടുത്ത് തന്നെയായിരുന്നു കേട്ടോ. എനിക്ക് മുടി വെട്ടാൻ പ്ലാൻ ഇല്ലായിരുന്നു, പക്ഷെ മനസ്സിലെവിടെ മുടി വെട്ടിയേ കൊള്ളാമെന്ന് തോന്നിയായിരുന്നു. നേരത്തെ വെട്ടിയ സ്ഥലമായിരുന്നു, ഏറ്റുമാനൂർ വെട്ടിയ സ്ഥലമായിരുന്നു എനിക്ക് കൂടുതൽ ഇഷ്ടപ്പെട്ടത്. അതുകൊണ്ട് ഇവിടെ എങ്ങനെ ആവും എന്ന് അറിയത്തില്ലായിരുന്നു. അപ്പോൾ ഞാൻ ലാസ്റ്റാണ് കേട്ടോ വെട്ടിയത്. അപ്പോൾ ഞാൻ എല്ലാവരും വാഷ് ചെയ്യാണ്. അപ്പം അമ്മയുടെയും ചേച്ചിയുടെയും എൻ്റെയൊക്കെ വാഷ് ചെയ്തു. അമ്മയ്ക്കിപ്പോൾ ഇത്രയും മുടി ഉണ്ടായിരുന്നു, ഉള്ളില്ലായിരുന്നു. അപ്പോൾ അമ്മയ്ക്ക് കുറേ നാളായിട്ട് ഇങ്ങനെ മെയിൻറ്റെയിൻ ചെയ്ത് പോവുകയാണ്. അപ്പോൾ ഇനി ഒന്ന് വെട്ടി കഴിഞ്ഞാൽ എങ്ങനെ ഇരിക്കും എന്ന് അറിയാൻ വേണ്ടിയില്ല അമ്മയുടെ മുടി ഹെയർ കട്ട് ചെയ്യുകയാണ്. ലെയർ തന്നെയാണ്, വാവയുടെ ഒരു മൾട്ടി ലെയേഴ്സാണ് കേട്ടോ. കാര്യം സ്മൂത്തനിങ് ഹെയറും അതിനകത്തുള്ളതുകൊണ്ട് മൾട്ടി ലെയറാണ് ചെയ്യുന്നത്. എൻ്റെ അമ്മയുടെയും നോർമൽ ലെയർ കട്ടാണ്. ഞാൻ നോക്കുമ്പോൾ അവിടെ തന്നെ കുറേ ഗോപുരമൊക്കെ കെട്ടി വെച്ചിട്ടുണ്ട്. എന്നിട്ടാണ് പണി തുടങ്ങിയത്. കുഞ്ഞു പിള്ളേരെ പോലെ രണ്ടായിട്ടൊക്കെ ഇങ്ങനെ കെട്ടിയിട്ട് പിന്നെ അതൊക്കെ ചെയ്തു. എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. എനിക്ക് പേഴ്സണലി ഇവരുടെ ഹെയർ കട്ടിങ് വളരെ ബ്യൂട്ടിഫുള്ളാണ്. ഞാൻ ഒത്തിരി ലെയേഴ്സ് വേണമെന്ന് പറഞ്ഞു. എനിക്ക് ഉള്ളതിനേക്കാളും കുറച്ചുകൂടെ ലെയേഴ്സ് വേണം, കുറച്ച് നീളം കുറയ്ക്കാൻ പറഞ്ഞു. ഒരുപാടല്ല, കുറച്ച്. ഇത് അമ്മയുടെ മുടിയാണ് കേട്ടോ. അമ്മയുടെ മുടി അങ്ങനെ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അമ്മയ്ക്ക് അടിപൊളിയായിട്ട് ഇഷ്ടപ്പെട്ടു, ഞങ്ങൾക്കും ഇഷ്ടപ്പെട്ടു. നല്ല രസമുണ്ടായിരുന്നു അമ്മേനെ കാണാനായിട്ട്. എനിക്കൊരുപാട് ഇഷ്ടമായി കേട്ടോ. ഇത് എൻ്റെ ഹെയർ കട്ടാണ് കേട്ടോ. ഇത് ബാക്ക് സൈഡിൽ ഒത്തിരി ലെയറുണ്ട്, നേരത്തെക്കാട്ടിലും കുറച്ചുകൂടെ ലെയറുണ്ട്. അമ്മ എങ്ങനെ ഉണ്ട്, കൊള്ളാമെന്ന് പറയണം കേട്ടോ. എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. അമ്മയ്ക്ക് നല്ലൊരു ചേഞ്ചാണ് കൊടുത്തത്. വാവയുടെ ഇതാണ് കേട്ടോ. ഫ്രണ്ടിലൊരു വോൾഫ് കട്ട് പോലെ തോന്നുന്നുണ്ട്. ഇതൊരു മൾട്ടി ഹെയർ കട്ടാണ് കേട്ടോ. വാവയുടെ നല്ല രസമുണ്ട്. ഞങ്ങൾ 3 പേര് നീളം നന്നായിട്ട് കുറച്ചിട്ടുണ്ട് കേട്ടോ. ലാസ്റ്റ് വെട്ടിക്കൊണ്ട് ഒരുപാട് നേരം എടുത്തു. അങ്ങനെ തിരിച്ച് വീട്ടിൽ വന്നൊരു ബ്രൗണി കേക്ക് കഴിച്ചതിന് ശേഷം ചക്കയും വേവിച്ചതും ഷവായും കോഫിയൊക്കെ ഉണ്ടായിരുന്നു. പൊറോട്ടയൊക്കെ വാങ്ങിച്ച് നമ്മൾ അടിപൊളിയായിട്ട് ഡിന്നർ വൈകുന്നേരമേ കംപ്ലീറ്റ് ചെയ്തു കേട്ടോ. അപ്പം അത്രയേ ഉള്ളൂ. ബൈ.